ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യു ആർട്ട് ബൈ റീനു. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം തുടങ്ങിയ പനിയാണ്, ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോസൊന്നും പുതിയ എടുക്കാൻ പറ്റിയില്ല. ഞാനുള്ള വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മുന്നേ ഉംസേദ ബീച്ചിൽ പോയ വീഡിയോസാണ്. ഇത്ര ദിവസം സൗണ്ടൊക്കെ കംപ്ലീറ്റ് പോയിരിക്കുമായിരുന്നു, നല്ല ഫീവറായിരുന്നു. പിന്നെ ഞാൻ ഇനിയും വീഡിയോ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വഴി പിടിച്ചിട്ട് മറ്റേ 2 ചാനലിൽ പോലെയും ഇതും കൂടെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങൾ ഉംസേദ് ബീച്ചിലാണ് പോയത് എല്ലാവരും കൂടെ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പ് ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ ഇക്കാടെ ഫ്രണ്ട്സ് പിന്നെ കസിൻസ് അങ്ങനെയൊക്കെ ആയിട്ട് പോയതാണ്. എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എത്തി നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ടെൻറ്റാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അഷ്കയാണ് നമ്മൾ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്യണത്. മാല ബൾബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ജനറേറ്ററും ഒക്കെ നമ്മൾ ഇവിടെ പോയിട്ട് നമുക്ക് ചിക്കൻ ചൂടാന്ന് വെച്ചിട്ട് ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആഷിക്കും കൂടെ ജനറേറ്ററിൻ്റെ ഒക്കെ വർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബർമൂഡിട്ടുള്ള ആളാണ് ആഷിക്ക. സ്കൂളിലെ എൻ്റെ സീനിയറായിരുന്നു. ഇപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. ഇതിൻ്റെ വീഡിയോയിലുള്ള വോയിസ് തന്നെ ഇടാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഓൾറെഡി ബോക്സിൽ പാട്ട് വെച്ചിട്ടുള്ള കാരണം കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ പിന്നെ അത് ഞാൻ റിമൂവ് ചെയ്തതാണ്. അതാണ് എനിക്ക് കോമഡി ആയിരുന്നു ഒന്നും കൂടി. നമ്മൾ വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചായ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ ഈ കരിക്ക് തീ കൊളുത്തുന്ന ചടങ്ങാണ്. അതിതാ അവർ ഷാഹിറും അതുപോലെ തന്നെ ആരിഫ്ക്ക് എല്ലാവരും കൂടിയിട്ട് തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റായിരുന്നു, കുറേ കഷ്ടപ്പെട്ടാണ് തീയൊക്കെ ശരിക്കും കത്തിയത്. പിന്നെ ഓക്കെ ആയി, കരിയൊക്കെ സെറ്റായി. ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടെ മണ്ണൊക്കെ മാറ്റി നമ്മൾ കുഴിയൊക്കെ സെറ്റ് ചെയ്യണ തിരക്കിലായിരുന്നു. പിന്നെ അവരൊക്കെ അങ്ങനെ ഞാൻ ഓൾ ഇൻ ഓൾ ആയിട്ട് ഞാനിങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് നടക്കായിരുന്നു. എൻ്റെ പണി ഇതൊക്കെ ചെയ്തിരുന്നത് അവരായിരുന്നു കേട്ടോ. അങ്ങനെ ആഷിക്ക് ക്യാമ്പ് ഫയറിനുള്ള വിറകിൻ്റെ ഇവിടെ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള വിറകൊക്കെ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒരുവിധം എല്ലാ ഷോപ്പിലും ഉണ്ടാവും. അപ്പോൾ ആഷിക്ക അതിൻ്റെ വിറകിൻ്റെ കമ്പിയൊക്കെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഷിക്കയും ഇക്കയും കൂടെ അത് കുത്തി നിർത്തിയിട്ട് അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാട്ട് വെക്കാൻ വേണ്ടിയിട്ട് സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക, എല്ലാവരും കൂടെ വട്ടമിട്ടിരുന്ന് പാട്ടൊക്കെ പാടാനൊക്കെ ഉള്ള പ്ലാനാണ്. ഇന്നലെ തന്നെ ബാർബിക്യൂവിൻ്റെ ചിക്കനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കരിയൊക്കെ അവിടെ കത്തിയിട്ട് നന്നായി സെറ്റായിട്ടുണ്ട്. അജോടെ ചിക്കൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിപൊളിയായിട്ട് അജു മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇനി അതിൽ ചുട്ടെടുക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ആഷിക്ക അവിടെ മാല ബൾബ് ഇട്ടത് ശരിയായില്ല പറഞ്ഞിട്ട് വീണ്ടും അത് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇക്കാടെ ഫ്രണ്ട് അസ്ലമുണ്ട്, പിന്നെ വേറെ ലോലെന്നാണ് വിളിക്കാറ്, പേരെനിക്ക് അറിഞ്ഞൂടാ. ആ ചെക്കനുണ്ട്. അപ്പോൾ നമ്മളിത് ചിക്കൻ ഒരു ഭാഗം കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആഷിക്ക സ്റ്റോറി ആക്കിയിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചായയുടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ക്യാമ്പ് ഫയറൊക്കെ അടിപൊളിയായിട്ട് കത്തിയിട്ട് കഴിയാറായി തുടങ്ങി. ഇവിടെയൊക്കെ ചുറ്റോറും മരുഭൂമിയാണ്. അവിടെ എന്താ പറയുക, അറബ്സും ഇവരൊക്കെ വന്നിട്ട് അങ്ങോട്ട് വണ്ടി കൊണ്ടങ്ങോട്ട് മേലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ വീണ്ടും വെച്ചിട്ടുണ്ട്. ഒരു ട്രിപ്പ് കഴിഞ്ഞ് എല്ലാവരും ടേസ്റ്റ് നോക്കി അതും കഴിയാറായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധമായി. അപ്പോൾ ആയതിനനുസരിച്ച് ഓരോരുത്തരിങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ തൊട്ടടുത്താണ് ബീച്ച് വരുന്നത്. ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ ചുടാൻ വേണ്ടിയിട്ടുള്ളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ചുടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട്. ബീച്ചിൽ നമ്മൾ നാളെ രാവിലെയാണ് ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വോയിസും കൂടി ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒപ്പം പാട്ടും കൂടിയുള്ള കാര്യം ഇടാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും പാട്ടൊന്നും ഇല്ലാണ്ട് ഞങ്ങളെ വോയിസും ഇതൊക്കെ ആയിട്ട് എന്തായാലും ഇടണം.
അങ്ങനെ പാട്ട് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വിശപ്പ് തുടങ്ങിയത് ഓരോരുത്തർക്ക്. അങ്ങനെ നമ്മൾ കോഴിമുട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വറക്കുന്ന ശ്രമത്തിലാണ് നമ്മളെ ഷാഹിർ. ഇതാണ് നമ്മുടെ ഷാഹിർ മരക്കാർ. അവനെ കരിവന്തല ഷാഹിർ എന്നും പറയാറുണ്ട്. ഇവൻ ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പഠിച്ചിരുന്നതൊക്കെ, ഒരു ക്ലാസ്സിലായിരുന്നു. +2 വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഖത്തറിൽ തന്നെയാണ് ഇവനും. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ എന്താ പറയുക, ഓരോ പ്രോഗ്രാമും പെരുന്നാളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ട്രിപ്പ് പോയാലും കൂടാറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ആഷിക്കാടെ ഒരു ചെറിയൊരു വ്ളോഗും ഒക്കെ ആയിരുന്നു ഈ കാണുന്നത്. ആഷിക്കാക്ക് ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ആഷിക്കാടെ ഒക്കെ ചെറിയ ഒരു വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് ഞങ്ങളിതാ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. ഓരോരുത്തരായി ഇതാ ബീച്ചിലിറങ്ങി കുളിച്ചിട്ടൊക്കെ വരികയാണ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ അടുത്ത് തന്നെ ഇതുപോലെ ഒട്ടകം, അതുപോലെ തന്നെ കുതിര, അങ്ങനെ അതിൻ്റെ സഫാരി ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ബീച്ചിലൊക്കെ കുറച്ച് സമയം നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത്, അതുപോലെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ പോയി, മരുഭൂമിയിൽ അവിടെയൊക്കെ കുറേ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നമ്മളിതാ തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ഒട്ടകം, അതുപോലെ തന്നെ കുതിര, അവിടെയൊക്കെ ഒന്ന് നമ്മൾ നിർത്തി അവരൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് പെരുന്നാളിലാണ് നമ്മൾ പോയത്. ഫസ്റ്റത്തെ പെരുന്നാളിൽ നമ്മൾ ഫുൾ ഉറക്കമായിരുന്നു. ഇവിടെ എനിക്ക് ഹെന്ന വർക്ക് വരാം ഈ പെരുന്നാളിൻ്റെ 3 ദിവസമാണ്. ചിലപ്പോൾ 1-ാം പെരുന്നാളിനും ഉണ്ടാവും. അപ്പോൾ ആ 3 ദിവസം ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ആകെ ഒരു 2 ഹവേഴ്സൊക്കെയാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുക. ഫുള്ളും ബുക്കിംഗ് വർക്കായിരിക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഫുള്ള് അതൊക്കെ ഉറങ്ങി തീർക്കലാണ് പണി. അപ്പോൾ 2-ാം പെരുന്നാളിലാണ് നമ്മൾ പുറത്തിറങ്ങുക കറങ്ങാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ 2-ാം പെരുന്നാളിലാണ് നമ്മൾ വൈകിട്ട് ഇറങ്ങിയത്. എന്നിട്ട് 3-ാം പെരുന്നാളാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇതാണ് ഞങ്ങൾ ഈ ഒരു കഴിഞ്ഞ പെരുന്നാളിൽ ചെറിയൊരു വിശേഷം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.